നമ്മളിന്ന് കാണിക്കാൻ പോണതേ ഒരു ഷെൽഫ്, അതായത് മൾട്ടിപർപ്പസോട് കൂടിയ ഒരു ഷെൽഫ്, അതിൻ്റെ ഫിറ്റിങ്ങും അതുപോലെ തന്നെ ഇത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാട്ടോ. നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലുളപ്പിൽ. ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നൊന്ന് നോക്കാട്ടോ. ഓപ്പൺ ചെയ്തിട്ടില്ല, ഫ്രഷ് ബോക്സാണ്. ഇത് പല കമ്പനിയുടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ കമ്പനിയുടെയാണ് മേടിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ആദ്യത്തെ കമ്പനി ഡീലർ നമ്മളോട് അത്രയും കൊണ്ട് നല്ല രീതിയിലല്ല സഹകരിച്ച്. അന്ന് മേടിച്ചപ്പോൾ ഇതിൽ ബോക്സിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾക്ക് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമല്ല ശരിക്കും വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് തിരിച്ച് അയച്ചിട്ട് അതിൻ്റെ പൈസ ഇനി നമുക്ക് തിരിച്ച് അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടില്ല. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഇത് തുറന്നു നോക്കിയാലേ അറിയുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കളറല്ല ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമുക്കിതൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും സാധനം വന്നല്ലേ, വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളിത് എടുക്കും. നമ്മൾ വേറൊരു ലൈറ്റ് കളറാണ് പറഞ്ഞത്, ഇത് ഭയങ്കര ഡാർക്ക് കളറാണ്. 4 പാക്കറ്റായിട്ടാണ് ഇത് സാധനങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കെല്ലാം ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് നോക്കാം. ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഓരോ ബോക്സിലും അതിൻ്റെ ബേസ് കാര്യങ്ങളൊക്കെ ഏതാണെന്ന് നോക്കണം. ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഷെൽഫും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് നമുക്ക് സെൻറ്ററിലേക്കാണ് വരിക. നമുക്ക് നല്ല ഉപയോഗമുള്ള ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. ഫസ്റ്റ് ബേസ് വയ്ക്കുകയാണ്. ബേസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യണം, പിന്നെ സൈഡിലേക്കുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തത് ഇങ്ങനെ അസംബിൾ ചെയ്ത് ബോക്സാക്കി എടുക്കേണ്ട സംഭവങ്ങളാട്ടോ. ഇനി നമുക്ക് അടുത്തൊരു കവറും കൂടെ ഉണ്ട്, അതും കൂടെ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അസംബിളിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത് വന്നിട്ട് ഇതിൻ്റെ ഡോറാണ്. 4 ഡോറ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ഇത്രയും ഐറ്റംസാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. 17 ഐറ്റമാണ് മൊത്തം ഉള്ളത്. അപ്പോൾ ഈ 17 ഐറ്റം വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ഷെൽഫ്, അതായത് വാൾ ഡ്രോപ്പ് എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് അസംബിൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അസംബിൾ ചെയ്താൽ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോന്നോരോന്നെടുത്ത് സെറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇത് വളരെ ഈസിയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ലോക്കായി തന്നെ ലോക്കായിട്ട് വന്നിരിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോക്ക് സാധനങ്ങളൊക്കെ ഇതിൽ വീണുണ്ടോ നോക്കണം, വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ബലം കുറവ് ഫീൽ ചെയ്യും. പക്ഷേ ഫിറ്റ് ചെയ്ത് എല്ലാം അസംബിളായി കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആണ് ഐറ്റം കേട്ടോ. ഇതിൻ്റെ അടിയിലത്തെ നില ഓൾമോസ്റ്റ് ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡോറാണ് വരുന്നത്. 2 ഡോറ് വയ്ക്കാം. 2 കുറ്റികളുണ്ട് ഡോറിന്, കണ്ടോ ഈ 2 സൈഡിൽ. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടാണ് ഡോറ് വയ്ക്കേണ്ടത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഡോറിൻ്റെ സംഭവം. അതുപോലെ തന്നെ അടുത്ത ഡോർ എടുക്കുക. ആ ഡോറും ഇതേ പൊസിഷനിൽ കുറ്റികളിൽ വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ ഡ്രോയറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രോയർ എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്കാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എന്താ വെച്ചാൽ ഇത് കറക്റ്റായിട്ട് പൊസിഷനിൽ ഇരുന്നെങ്കിൽ മാത്രമാണ് നമുക്കിത് ബോക്സ് സ്ട്രോങ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചേക്കാണ്. നമുക്കിനി ഇതിലേക്ക് ഡോറ് ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഡോറ് ഫിക്സ് ചെയ്ത് കയറ്റണം. ഇനി അടുത്തത് ഈ ഡോറ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. അത്യാവശ്യം നല്ല ബലത്തോട് കൂടിയാണ് ഇത് കയറിയിരിക്കുക കേട്ടോ. എല്ലാ ഗാർഡുകളും വീണ് ലോക്കായിട്ടുണ്ടോ നോക്കണം, വേറെ സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പകുതി പണി അവസാനിച്ചു കേട്ടോ. അപ്പോൾ അടുത്ത ഹാഫിന് ഇതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. സൈഡ് വെച്ചു, സൈഡിൽ കറക്റ്റ് ഹോളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത സൈഡും കറക്റ്റ് നോക്കിയിട്ട് അതും വയ്ക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഹോളിൽ കയറണോണ്ട് എല്ലാ പീസും ഒരുപോലെയാണ്, ഒരേ അളവാണ് കേട്ടോ. അതാണ് ഗുണം. കണ്ട ഇവിടെ 2 പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് ലോക്കാവും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഇനി ബാക്ക് എടുത്തു, മുകളിലേക്ക് വരുന്തോറും കുറേശ്ശെ ടൈറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ കാരണം വെച്ചാൽ ഒക്കെ അസംബ്ലി കറക്റ്റ് പൊസിഷനിലാണല്ലോ, നമുക്ക് ഫ്രീ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ബാക്കിലത്തെ പീസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇറക്കാൻ പോവാണ് കേട്ടോ. ബാക്കിലത്തെ പീസിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇറക്കുമ്പോൾ 2ഉം കൂടെ ഇറക്കണം. അതാണ് നേരത്തെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഓക്കെ, ഇത് ലോക്കായി. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വെക്കണം. അപ്പോൾ ഇനി ടോപ്പ് പോർഷൻ ഇതിൻ്റെ ഒന്ന് ഇരുത്തട്ടെ കേട്ടോ. ഫസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. മെല്ലെ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ധൃതി പിടിച്ചത് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഡോറൊന്ന് സെറ്റ് ചെയ്യണം. ഡോറ് വയ്ക്കാം. ഡോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഡോറൊന്ന് സെറ്റ് ചെയ്യണം. ഇവിടെ കറക്റ്റ് പൊസിഷനിൽ ഹോളുണ്ട്. ഹോളിലേക്ക് ഇറക്കി ഡോറ് വെച്ചു, ക്ലോസ് ചെയ്തു. ഇനി നമുക്കിവിടെ ലോക്ക് ചെയ്യണം കേട്ടോ. മെല്ലെ
തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ലോക്കിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങും കേട്ടോ. ഓക്കെ ഇറങ്ങി, ഇത് ഇറങ്ങി, അപ്പോൾ എല്ലാം ലോക്കിലേക്ക് ഇറങ്ങി. കണ്ട ഏകദേശം എൻ്റെ ഇത്രയും ഹൈറ്റ് ഉണ്ട് സാധനം. അപ്പോൾ ഷെൽഫിന് കണ്ട ഇവിടെ ഹുക്കുണ്ട്, പിന്നെ സൈഡിൽ ഒരു റെയിൽ പോലെയാണ് അത് ഇറങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ബാക്ക് സൈഡിലും ഹുക്കുണ്ട്. അപ്പോൾ ആ ഒരു പൊസിഷൻ നോക്കിയിട്ട് വേണം ഷെൽഫ് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്ററിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ഹോളിൽ നോക്കിയിട്ട് എൻ്റെ ലോക്ക് കറക്റ്റാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ഷെൽഫ് സെറ്റായിട്ടുണ്ട്. ഡോർ അടയ്ക്കാം. നമുക്കിനി താഴത്തെ പോർഷനിൽ ഷെൽഫ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷെൽഫ് സെറ്റായിട്ടുണ്ട്. പ്ലാസ്റ്റിക് കബോർഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വാൾഡ്രോപ്പ് എന്ത് വേണമെങ്കിൽ പറയാം. നമുക്കിതിൻ്റെ ഉപയോഗം വന്നിട്ട് ചപ്പൽ സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു ചെറിയൊരു കുട്ടികൾക്കൊക്കെ ഡ്രസ് ഷെൽഫൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നമുക്കിതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇത് എവിടെയും വെക്കാം. അപ്പോൾ അങ്ങനത്തെ ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വന്ന കളർ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊരു ലൈറ്റ് കളറാണ് ബുക്ക് ചെയ്ത്, ഡാർക്ക് കളറാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ പർച്ചേസിലുള്ള വലിയൊരു ഡ്രോബാക്ക് ഇതാണ്. നമുക്ക് കറക്റ്റ് സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ 10-20 ദിവസം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഓൺലൈൻ്റെ ഒരു പ്രത്യേകത തന്നെ. അപ്പോൾ നമുക്ക് ഈ സാധനം ഞാൻ കടയിൽ പോയി തപ്പിപ്പോൾ നമുക്ക് കറക്റ്റ് സാധനം കിട്ടാത്തതുകൊണ്ടാണ് ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ 90% ഓഫ്ലൈൻ പർച്ചേസ് നടത്തുന്ന ആളാണ്. എന്താ കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് 10 രൂപ കൂടുതൽ കൊടുത്താലും കറക്റ്റ് സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയാണ്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഷെൽഫ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് അസംബിൾ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കുറച്ച് വേർത്തു. എന്താ കാരണം വെച്ചാൽ അതിൻ്റെ ഹോള് പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഹോളുകൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ ഫിക്സ് ചെയ്തു. പിന്നെ ഇതിന് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും കാണാനില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അസംബിൾ ചെയ്തപ്പോൾ കറക്റ്റ് അസംബിളായിരുന്നു. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ മുകളിൽ വന്നിട്ട് നമുക്ക് 2 ഡോറാണ്. അപ്പോൾ അത് ഓപ്പണായി. ആ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഷെൽഫുണ്ട്. അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്ര ലോക്കൽ സാധനങ്ങളൊന്നല്ല, ഷെൽഫുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് 2 തട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചത് ഇവിടെ 4 പേരുടെ ചപ്പൽ അല്ലെങ്കിൽ 4 ജോഡി ചപ്പൽ നമുക്ക് ഇതിൽ വയ്ക്കാം. മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഡ്രോയറാണ് കിട്ടുന്നത്. കണ്ട ഈ ഡ്രോയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ നമ്മുടെ എന്തെങ്കിലും ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം. അത്യാവശ്യം നല്ല ബലമുള്ള ഒരു ഡ്രോയറാണ്. അപ്പോൾ നമുക്ക് കച്ചറ പിച്ചറയായിട്ട് നമുക്ക് അവിടെ ഇവിടെ ഒന്നും വലിച്ചു വാരിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡ്രോയർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അടിയിൽ അടുത്തൊരു ഷെൽഫ്. അടിയിലത്തെ ഷെൽഫ് ഇങ്ങനെ തന്നെയാണ്. നമുക്ക് മൊത്തം 4 ജോഡി ചപ്പൽ പ്ലേസ് ചെയ്യാം. പിന്നെ ഹെൽമെറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മേളിൽ വയ്ക്കാം. ഹെൽമെറ്റ്, കൊട, അതുപോലെ റെയിൻ കോട്ട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മടക്കി ഇതിൻ്റെ മേളിൽ വയ്ക്കാം. അപ്പോൾ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മഴ നനഞ്ഞാലോ വെയിൽ കൊണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ല. വെയിൽ കൊണ്ട പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളെന്തായാലും വെയിൽ കൊള്ളണോടത്തല്ല വെക്കണത്. അപ്പോൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പുറത്ത് വെച്ചുകൊണ്ട് നമുക്ക് വേറെ ദോഷങ്ങളും സംഭവിക്കില്ല. ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ മരത്തിന് ചതൽ പിടിച്ച് പോണ പോലെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇതിന് സംഭവിക്കണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് തന്നെ എടുത്തത്. അപ്പോൾ നമുക്കിത് ഏകദേശം എമൗണ്ട് വന്നിരിക്കുന്നത് ഒരു 6000 ബില്ലും ആണ്. പല ബ്രാൻഡിന് പല വിലകളിലുണ്ട്. 7-8 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ മാക്സിമം കുറഞ്ഞ റേറ്റിലുള്ള തന്നെയാണ് നമ്മളെടുത്തത്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഉപയോഗം അറിയാമല്ലോ, നമ്മൾ ചപ്പൽ സ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ വെയിറ്റൊക്കെ വളരെ കുറവാട്ടോ നമുക്ക്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വെയിറ്റൊന്നും അങ്ങനെ അത്ര വെയിറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്തു തരാവുന്ന പ്രോത്സാഹനങ്ങൾ. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്.